നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുമായി ഒമാൻ അധികൃതർ. ഒമാനിൽ ദീർഘകാല വിസ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന പ്രവാസികൾക്കും ദീർഘകാല വിസ നൽകുമെന്ന് നാഷണൽ പ്രോഗ്രാം ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് മേധാവി ഖാലിദ് അൽ ഷുഐബി വ്യക്തമാക്കി. വിഷൻ 2040 നടപ്പാക്കുന്നതിനുള്ള ഫോളോ അപ്പ് യൂണിറ്റിന്റെ 2021 വാർഷിക റിപ്പോർട്ടിന്റെ അവതരണ വേളയിൽ സംസാരിക്കവെയാണ് ദീർഘകാല വിസ പദ്ധതി വ്യാപിപ്പിക്കാൻ സുൽത്താനേറ്റ് ആലോചിക്കുന്നുണ്ടെന്ന് ഖാലിദ് അൽ ഷുഐബി വ്യക്തമാക്കിയത്. സർഗാത്മക വ്യക്തിത്വങ്ങൾ, സംരംഭകർ, നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നവർ, പ്രോഗ്രാമർമാർ തുടങ്ങിയ പ്രതിഭകൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ ദീർഘകാല വിസ പദ്ധതിക്ക് അപേക്ഷിക്കാൻ ആവുക. പുതിയ നിർദ്ദേശം മന്ത്രിമാരുടെ കൗൺസിലിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ടം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഖാലിദ് അൽ ഷുഐബി ചടങ്ങിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം രാജ്യത്ത് 463 പ്രവാസികൾക്കാണ് ഇതുവരെ ദീർഘകാലാടിസ്ഥാനത്തിൽ റെസിഡൻസി കാർഡുകൾ അനുവദിച്ചതെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. വിവിധ രാജ്യക്കാരായ പ്രവാസി നിക്ഷേപകർക്കാണ് വിസ അനുവദിച്ചിരിക്കുന്നത്. നിരവധി മലയാളികളും ഇതിനകം ദീർഘകാല റെസിഡൻസി കാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. UAEക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ വിസ നൽകുന്ന പദ്ധതി ഒമാനും ആരംഭിച്ചിരിക്കുന്നത്. ഇത് പ്രവാസികൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒമാനിൽ തങ്ങുവാനും തൊഴിൽ ചെയ്യുവാനും അതിനായുള്ള പ്രാഗൽഭ്യം തെളിയിക്കാനും ഒരു അവസരം നൽകുകയാണ് അധികൃതർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.